നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു വിധിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ. ഇപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു വിധി രാഹുലിന് എങ്ങനെ അനുകൂലമാകുമെന്നുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അഭിഭാഷക കോടതിയിൽ നൽകിയ ഒരു പരാതി അല്ലെങ്കിൽ കോടതിയിൽ അറിയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, താൻ വിവാഹിതയാണ്, പക്ഷേ മറ്റൊരു അഭിഭാഷകനുമായി പ്രണയത്തിലായി, അദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ അഭിഭാഷകയുടെ പരാതി. ആ ഒരു പരാതിക്ക് പിന്നാലെ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പിന്നീട് പരപുരുഷനുമായി പ്രണയത്തിലാവുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിനു ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് പ്രസക്തി ഉണ്ടാകില്ല എന്നുള്ളത്. ഇത് രാഹുലിന് ഇതുവരെ വന്നിരിക്കുന്ന 3 പരാതികളിൽ നിന്നും ഊരിപ്പോരാനുള്ള, നമ്മുടെ കേരളത്തിൽ രാഹുലിന് ഊരിപ്പോരാനുള്ള ഒരു പഴുതായി മാറില്ലേ? തീർച്ചയായിട്ടും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുപ്രധാനമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി, ഇത് രാഹുലിന് എങ്ങനെ അപ്ലിക്കബിൾ ആവും എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രാഹുലിന്റെ കേസുമായിട്ട് അതേ ആസ്പദമായിട്ടുള്ള മറ്റൊരു കേസ് സുപ്രീം കോടതിയിലേക്ക് ചെല്ലുന്നു. ഒരു അഭിഭാഷകയാണ് ഈ പരാതി കൊടുക്കുന്നത്. അഭിഭാഷക പരാതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിഭാഷക ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ്, മറ്റൊരു അഭിഭാഷകനുമായിട്ട് അവര് പ്രണയത്തിലാകുന്നു, പിന്നീട് ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവസാനം കോടതിയിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിഭാഷക പരാതി കൊടുക്കുന്നത്. അപ്പോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ച ഒരാൾക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല. അത് തെറ്റായിട്ടുള്ള നടപടിയാണ് എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചുള്ളത്. അല്ലാതെ എന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് വിവാഹം കഴിഞ്ഞ ഒരാളെ വീണ്ടും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഹിന്ദു ആക്ട് പ്രകാരം, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരാൾ വിവാഹം കഴിച്ചിട്ടിരിക്കും, അതായത് വിവാഹം കഴിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഒരേ സമയം 2 പേരെ വിവാഹം കഴിക്കാൻ കഴിയില്ല. അപ്പോ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മറ്റൊരാൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ കഴിയുന്നത്? അവിടെയാണ് കോടതി ചോദിച്ചത്, ഒരു വിവാഹം കഴിഞ്ഞിട്ടൊരാൾക്ക് അത്തരത്തിലൊരു പരാതി കൊടുക്കാൻ കഴിയില്ല. അപ്പം മറ്റെന്തെങ്കിലും ബലാത്സംഗ പരാതിയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ കൊടുക്കാം. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നമുക്ക് പരാതികൾ കൊടുക്കാം, അല്ലെങ്കിൽ പോലീസിന് നമുക്ക് പരാതി കൊടുക്കാം. പക്ഷെ അതൊരു ഉഭയസമ്മതത്തോടു കൂടിയാണെങ്കിൽ ഈ ഒരു പരാതി അവിടെയാണ് ഇത്. ഉഭയസമ്മതത്തോടു കൂടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിലനിൽക്കത്തില്ല. അപ്പോൾ നമ്മൾക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട്, ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടറിയുന്ന വാർത്തകളാണ്. പക്ഷെ അവിടെ ഇത്തരത്തിൽ 2 പേരും ഇഷ്ടത്തോടെ ചെയ്തിട്ട് വിവാഹ വാഗ്ദാനം നൽകി എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലാണെങ്കിൽ പോലും നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ ഈ പരാതി കൊടുത്തുള്ള 3 പെൺകുട്ടികളും വിവാഹിതരാണ്. ശേഷം അവർ കൊടുത്തുള്ള പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു, ഇത്തരത്തിലുള്ള കേസുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ അവിടെ നിലനിൽക്കില്ല എന്നതാണ് സുപ്രീം കോടതി പുതിയൊരു വിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ രാഹുലിന്റെ അഭിഭാഷകർക്ക് കൃത്യമായിട്ട് കോടതിയിൽ ചെല്ലുമ്പോൾ ഈ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ളൊരു വിധിയുണ്ട്, ഇതിൻ പ്രകാരം ഒരു വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് വാദിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, എനിക്കൊന്ന് രാഹുലിനെ സംബന്ധിച്ചുകൊണ്ട് സുപ്രധാനമായിട്ടൊരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത്. രാഹുലിനെ ഓറയുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓറ അത്രയും മികച്ചതാണ് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുകൂടിയാണെന്ന് പറയുന്നത്. അല്ല, ഓറയുടെ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു വിധി വരുന്നത്. അതായത് രാഹുലിന് വേണ്ടിയുള്ള ഒരു വിധി പോലെ നമുക്ക് ഇതിനെ തോന്നുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആദ്യ കേസിൽ ജാമ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല, കൃത്യമായി ജാമ്യം ലഭിച്ചിട്ടില്ല, അറസ്റ്റ് തടഞ്ഞു എന്നുള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് 2ാമത്തെ കേസിലും 3ാമത്തെ കേസിലും ജാമ്യം ലഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ജാമ്യം എന്നുള്ളത് കുറ്റാരോപിതൻ അല്ലെങ്കിൽ ഇപ്പൊ കുറ്റവിമുക്തൻ എന്നുള്ള ഒരു വാക്കിന് പ്രാധാന്യം നൽകുന്ന ഒരു വിധി കൂടിയാണ്. ഈ നിയമം അറിയുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞുള്ള ഒരു കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവും സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, ജയിലിലും പോകില്ല. രാഹുലും എന്തുകൊണ്ടാണ് ഇപ്പോൾ 24-ലെ ഹാഷ്മിയുമായിട്ടുള്ള ഇന്റർവ്യൂവിലാണെങ്കിൽ പോലും വന്നിരുന്നിട്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ധൈര്യപൂർവ്വം വന്നിരുന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അല്ല, ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ രാഹുൽ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതിനേക്കാൾ ഉപരി അത് മാറ്റി നിർത്തിയാൽ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് ഇത് ഇങ്ങനെ ഒരു കൃത്യം നിർവഹിക്കാനോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്താലും ഇത്ര ചെറിയ ശിക്ഷയെ ലഭിക്കുള്ളൂ അല്ലെങ്കിൽ ശിക്ഷ പോലും ലഭിക്കില്ല എന്നുള്ളൊരു നിലയിലേക്ക് ചിന്തിക്കുന്നതിൽ രാഹുലിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് മൊറാലിറ്റിയാണ്.
സമൂഹം എങ്ങനെ ജഡ്ജ് ചെയ്യും? ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, ഒരു MLA ആണ്. തൻ്റെ അവിടെ നിലനിൽക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തു. മാനിപ്പുലേറ്റഡ് കൺസേൺ ആണ് ഇവിടെ നിലനിൽക്കുന്നത്. രണ്ടുപേരും തമ്മിൽ കൺസേൺ ഉണ്ടായിരുന്നു, രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. രാഹുലിന്റെ എല്ലാ കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പീഡനമല്ല, ബലാത്സംഗമല്ല, രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. പിന്നീട് ഇവർക്കെല്ലാം വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു എന്നുള്ള പരാതികളാണ് പെൺകുട്ടികൾ ഉന്നയിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് ഈ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഈ രാഹുലിന്റെ അഭിഭാഷകർക്ക് കോടതിയിൽ കൃത്യമായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാവിധികളിൽ നിന്നും കുറെയൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ കോടതിയിൽ എന്തെങ്കിലും വീക്ഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഇപ്പോൾ ജാമ്യത്തിലാണ്. അപ്പോൾ 3 കേസുകളിലും ജാമ്യം ലഭിച്ച് പുറത്തേക്ക് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇത് കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഇന്ന് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പെൺകുട്ടികളുടെ പരാതികൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതലും വിവാഹം കഴിച്ചിട്ടുള്ള കുട്ടികളാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം നിലനിൽക്കുന്നത് ഈ മാനിപ്പുലേറ്റഡ് കൺസേൺ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ പുറകെ നടന്ന് പ്രണയം നടിച്ച് ഇഷ്ടമാണ്, അവർ ഒരുമിച്ച് കുറേ വർഷം പ്രണയിക്കുന്നു, വിവാഹം കഴിക്കാമെന്ന് പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് പറയുന്നു എനിക്കിതിന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഉപേക്ഷിച്ച് പോകുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കൂടുതലായിട്ട് ഈ കേസ് നിലനിൽക്കുന്നത്. അതായത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ശേഷം എന്നെ പറ്റിച്ചുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസുകൾ കൊടുക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ അടിയായിട്ടുള്ളത് വിവാഹം കഴിച്ചിട്ടുള്ള പെൺകുട്ടികൾ മറ്റൊരാളുമായിട്ട് ഇഷ്ടപ്പെടുന്നു, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പിന്നീട് ഇവൻ എന്നെ കെട്ടാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ മറ്റേ ആളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഉപേക്ഷിക്കാതെ തന്നെ ഇവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, നീ കല്യാണം കഴിച്ചതാണ് എന്ന് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിലാണ് ഏറ്റവും കൂടുതൽ വിഷയം നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ കൂടി വരികയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ കോടതിയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കൃത്യമായിട്ട് സുപ്രീം കോടതി പറയുന്നത് ഇങ്ങനെയുള്ള കേസുകളിൽ ബലാത്സംഗം നിലനിൽക്കില്ല. എന്തായാലും ഈ ഒരു വിധി രാഹുലിന് അനുകൂലമാകുമോ ഇല്ലയോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കൃത്യസമയത്താണ് ഇങ്ങനെ ഒരു വിധി കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാൻ പാകത്തിനൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്.